Dear students, we shall continue the lesson The Price of Flowers. Please take page number 56. Sitting in such a poor kitchen will not be very pleasant for you, will it? Mrs. Clifford said. ഇപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് മീൻസ് മാഗീസ് മദർ. അപ്പം മാഗിയുടെ അമ്മ ചോദിച്ചു, ഇതുപോലത്തെ ഒരു മോശമായ അടുക്കളയിൽ ഇരിക്കുന്നതിന് താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. Then she said, I have almost finished my work. എൻ്റെ ജോലിയൊക്കെ തീർന്നു. What was she doing? She was making cake. മാഗി, ടേക്ക് ഹിം ഇൻ ദ സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. എന്നിട്ട് മാഗിയോട് പറഞ്ഞു, മോളെ നീ ഗുപ്തേനെ സിറ്റിംഗ് റൂമിലോട്ട് കൊണ്ടുപോവുക, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്കാം. നോ നോ നോ, ഐ പ്രൊട്ടസ്റ്റഡ്. ദെൻ ദ ഓദർ സെഡ്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർപ്പ് പ്രകടിപ്പിക്കുക, എതിർത്ത് പറഞ്ഞു. ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. സോ മിസ്റ്റർ ഗുപ്ത സെഡ് ഹി ഡസൻ വാണ്ട് ടു ഗോ ടു സിറ്റിംഗ് റൂം, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി വുഡ് സിറ്റ് ഇൻ ദ കിച്ചൺ. അപ്പം മാഗി എന്താണ് ഗുപ്ത എന്താ പറഞ്ഞത്, അമ്മയോട് പറഞ്ഞു, എനിക്കിവിടെ കുഴപ്പം, അവിടെ സിറ്റിംഗ് റൂം പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഇരുന്നോളാം. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ് ഐ മസ്റ്റ് സേ. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാഗിയുടെ അമ്മ ഉണ്ടാക്കുന്ന കേക്കൊക്കെ വളരെ നല്ലതാണ്. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. ഇത് പറഞ്ഞപ്പോഴത്തേനും മിസ്സസ് ക്ലിഫോർഡ് എന്ത് ചെയ്തു, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ, ആസ്ഡ് മിസ്സസ് ക്ലിഫോർഡ്. എന്നിട്ട് മിസ്സസ് ക്ലിഫോർഡ് അല്ലെങ്കിൽ മാഗിയുടെ അമ്മ ചോദിച്ചു, ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയുള്ളതാണ്. ആസ് ഷീ റെസ്യൂംഡ് ഹർ കുക്കിംഗ്. റെസ്യൂംഡ് മീൻസ് സ്റ്റാർട്ട് അഗെയിൻ, വീണ്ടും ആരംഭിക്കുക. അപ്പം ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നിടയിൽ മിസ്സസ് ക്ലിഫോർഡ് ചോദിച്ചു, ഈ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്. ദ റിപ്ലൈ ഗിവൺ ബൈ ദ ഓദർ, എ ബ്യൂട്ടിഫുൾ കൺട്രി, നല്ല സുന്ദരമായ രാജ്യമാണ്. സേഫ് ടു ലീവ് ഇൻ, അവിടെ ജീവിക്കാനൊക്കെ സുരക്ഷിതമാണോ. സർട്ടൻലി, തീർച്ചയായിട്ടും. ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി, ഇറ്റ് ഈസ് സം വാട്ട് ഹോട്ട്. പക്ഷേ ഇവിടുത്തെ പോലെ നമുക്കറിയാം, ദ ക്ലൈമറ്റ് ഇൻ യു കെ ഇസ് വെരി ഹോട്ട്, വെരി കോൾഡ് അല്ലേ. ദ ക്ലൈമറ്റ് ഇൻ യു കെ ഇസ് വെരി കോൾഡ്. ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളിൽ മിക്കയിടത്തും തണുപ്പാണ്. ബട്ട് ദ ക്ലൈമറ്റ് ഇൻ ഇന്ത്യ ഇസ് സം വാട്ട് ഹോട്ട്. പക്ഷേ ഇന്ത്യയിലെ കാലാവസ്ഥ എന്താ, ഭൂരിഭാഗത്തും ചൂടാണ്. ആർ ദെയർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്. പിന്നെ ഉടനെ അമ്മ ചോദിക്കുകയാണ്, അവിടെ ഒരുപാട് ഈ പാമ്പും പുലി അല്ലെങ്കിൽ കടുവയൊക്കെ ഇല്ലേ. ഡോണ്ട് ദേ കിൽ പീപ്പിൾ. ഈ കടുവയും പുലിയൊക്കെ അല്ലെങ്കിൽ കടുവയും പാമ്പും അല്ലെങ്കിൽ പുലിയൊക്കെ ആൾക്കാരെ കൊല്ലിയല്ലേ. ഡോണ്ട് ബിലീവ് ദാറ്റ്. ഉടനെ പറഞ്ഞു, അതൊന്നും വിശ്വസിക്കണ്ട. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ദ ജംഗിൾസ്. ഇപ്പം ഈ പാമ്പുകൾ അതുപോലെ കടുവ അല്ലെങ്കിൽ പുലി ഇതൊക്കെ ജംഗിളിൽ തന്നെയാണ്. ജംഗിൾ മീൻസ് ഫോറസ്റ്റ്. ഇതൊക്കെ കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വെയർ പീപ്പിൾ ലീവ്. കേട്ടോ, ഇനി കാട്ടിൽ നിന്ന് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ആൾക്കാർ അതിനെയൊക്കെ കൊല്ലും കേട്ടോ. പക്ഷേ നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ പാമ്പിനെ ഒന്നും കൊല്ലാൻ പാടില്ല. പാമ്പിനെ എത്ര വേണമെങ്കിലും ആൾക്കാരെ പിടിച്ച് കടിച്ചു ചാത്താൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആർക്കും പാമ്പിനെ കൊല്ലാനുള്ള അധികാരമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പാമ്പിനെ കൊന്നാൽ പോലും നിങ്ങളതെടുത്ത് ഉടനെ നിന്നിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടേക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിന് താമസിക്കാണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പോലീസുകാരൊന്നും നിങ്ങളെ അവരുടെ സർക്കാർ വാഹനത്തെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ആൻഡ് ഫീവേഴ്സ്, പിന്നെ പനിയോ. ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ, ചില ഭാഗത്തൊക്കെ ഉണ്ട്. ദർ ഈസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ചില സ്ഥലത്തൊക്കെ പനി കൂടുതലാണ്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവരിവെയർ നോർ ദ സെയിം ഓൾ ദ ഇയർ റൗണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ കാലാവസ്ഥ പ്രത്യേകം എന്താ, എല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല, അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരേ കാലാവസ്ഥയല്ല. മൈ സൺ ഈസ് ഇൻ ദ പഞ്ചാബ്, ഹീ ഈസ് എ സോൾജിയർ. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഈസ് ദ പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് എന്ന് പറയാൻ കാരണം പ്രോവിൻസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ മകൻ ജോലി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ആൻഡ് ഹീ ഈസ് എ സോൾജിയർ, പട്ടാളക്കാരനാണ്. എന്നിട്ട് മാഗിയുടെ അമ്മ ചോദിച്ചു, ഈ പഞ്ചാബ് എന്ന സ്ഥലം സേഫായ സ്ഥലമാണോ. ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. ദർ ഈസ് ലിറ്റിൽ ഫീവർ ദർ, ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അവിടെയൊക്കെ പനി വളരെ കുറവുള്ളൊരു സ്ഥലമാണ് പഞ്ചാബ്. അത് നല്ല സ്ഥലമാണ്.
ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ് മിസ്സസ് ക്ലിഫോർഡ് സെഡ്. ഇത് കേട്ടപ്പോഴത്തേനും മാഗിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മിസ്സസ് ക്ലിഫോർഡിന് ഭയങ്കര സന്തോഷമായി. ഹെയർ ബേക്കിംഗ് വാസ് ഫിനിഷ്. കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ തീർന്നു, പണി തീർന്നു. മാഗി, ഷീ സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റേഴ്സ്. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. എന്നിട്ട് ഉടനെ മാഗിയോട് പറഞ്ഞു, ഗുപ്തനെ മുകളിലേക്ക് കൊണ്ടുപോകുക, ഞാൻ ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ ഫോർ യു. ഞാൻ കയ്യെ കഴുകി ചായ ആയിട്ട് മുകളിലേക്ക് വന്നോളാം. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. ദ ഫർണിച്ചർ വാസ് ചീപ്പ്. ഫർണിച്ചർ ഉപകരണങ്ങൾ വാസ് ചീപ്പ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ. ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അതുപോലെ ഒത്തിരി വില കൂടിപ്പുള്ള ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു. വളരെ വില കുറഞ്ഞതും അതുപോലെ ഒരുപാട് ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു. ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. പഴയ കാർപ്പറ്റാണ്. ടോൺ ഇൻ പ്ലേസസ്. ടയർ. ടയർ അർത്ഥം കീറുക. ടയർ, ടോർ, ടോൺ. ഈ കാർപ്പറ്റ് പ്രത്യേകം എന്താ, പല സ്ഥലങ്ങളിലും ഇങ്ങനെ കീറിപ്പറിഞ്ഞ അല്ലെങ്കിൽ ദ്വാരം ഉണ്ടായിരുന്നു. ബട്ട് എവറിഥിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ ഉള്ളത് നല്ല വൃത്തിയുള്ളതായിരുന്നു. മാഗി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോസ്. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. മാഗി ഒരു കർട്ടനൊക്കെ മാറ്റിയ ശേഷം അവിടെ ഒരു ബുക്ക് കേസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതിൻ്റെ മുമ്പിൽ ഓതർ നിന്നു. മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിങ് ദ ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. ഉടനെ തന്നെ മാഗിയുടെ അമ്മ ചായയുമായിട്ട് വന്നു. ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ് ഫ്രം ഹെർ പേഴ്സൺ. വാനിഷ് മീൻസ് ഡിസപ്പിയർഡ്. നമുക്കറിയാം, പ്രീവിയസ്ലി ഷീ വാസ് മേക്കിംഗ് കേക്ക്സ്. പക്ഷെ ഇന്നിപ്പം അതിൻ്റെ ട്രേസ് എന്താ, അങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാതൊരു ഒരു ലെവലേശം പോലും അല്ലെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ഡ് അബൌട്ട് ഇന്ത്യ. ഇപ്പം ഇങ്ങനെ ചായ കുടിച്ച സമയത്ത് ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു. മിസ്സസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. ഈ സമയത്താണ് മാഗിയുടെ അമ്മ സ്വന്തം മകൻ്റെ ഫോട്ടോ കാണിച്ചത്. ഇറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. ഇത് എടുക്കുന്നതിന് മുമ്പ്, ഇവിടുന്ന് ഇംഗ്ലണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അപ്പോൾ അവളുടെ മാഗിയുടെ ബ്രദറിൻ്റെ പേര് ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക് എന്നാണ് വിളിക്കുന്നത്. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻറ്റ് ഹെർ ഫോർ ഹെർ ബർത്ത്ഡേ. ഇപ്പോൾ ഈ മാഗിയുടെ ബർത്ത്ഡേക്ക് ഈ ഫ്രാങ്ക് അല്ലെങ്കിൽ ഫ്രാൻസിസ് പല ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൂടെ ഫോട്ടോസ് മാഗി ഓതറിനെ കാണിച്ചു. ദെയർ വെയർ മെനി പിക്ചേഴ്സ് ഓഫ് സിമില ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. നമുക്കറിയാം, ഹില്ലി ഏരിയയാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ് സിമില. അപ്പോൾ സിമിലയുടെ പടം, അതുപോലെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ മൗണ്ടൻ ഏരിയ കേട്ടോ, ഈ പർവ്വതനിരകളുടെ അല്ലെങ്കിൽ മലകളുടെ ഒത്തിരി ഫോട്ടോ കാണിച്ചു. ഓൺ ദ ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. എന്നിട്ട് ഓരോ ഫോട്ടോയ്ക്കകത്ത് ടു മാഗി, ഒക്കേഷൻ അവസരം ഓൺ ഹെർ ബർത്ത്ഡേ. അപ്പോൾ മാഗിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ബ്രദർ അയച്ചു കൊടുത്താണ്. മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ്, ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. എന്നിട്ട് മാഗിയോട് അമ്മ പറഞ്ഞു, ഗുപ്തനെ റിങ് കാണിക്കാൻ പറഞ്ഞു, മോതിരം. ഹാസ് യുവർ ബ്രദർ സെൻഡ് യു എ റിംഗ്. ഉടനെ ഗുപ്ത ചോദിച്ചു, താങ്കളുടെ മകൻ താങ്കൾക്ക് എന്തെങ്കിലും മോതിരം അയച്ചു തന്നിട്ടുണ്ടോ? ഐ ആസ്ഡ് ഹെർ. ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് ഈസ്. ഇത് ഏത് തരത്തിലുള്ള മോതിരമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇറ്റ് ഈസ് എ മാജിക് റിംഗ്, മാഗി മാഗി എക്സ്പ്ലെയിൻഡ് കേട്ടോ. ഇപ്പം മാഗി പറഞ്ഞു, ഇതൊരു മാന്ത്രിക മോതിരമാണ്. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഒരു യോഗി അല്ലെങ്കിൽ ഒരു സന്യാസിയാണ് മാഗി ഫ്രാങ്കിന് മോതിരം കൊടുത്തത്. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ഡ്, ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ഇറ്റ്. ഇപ്പോൾ ഈ മോതിരം കൊണ്ടുവന്ന ശേഷം ഓതറിനോട് ചോദിച്ചു, താങ്കൾക്ക് പാസ്റ്റ്, ഭൂതകാലം, ആൻഡ് ദ ഫ്യൂച്ചർ, താങ്കൾക്ക് കഴിഞ്ഞു പോയതും ഇനി വരാൻ പോകുന്ന കാര്യവും താങ്കൾ കാണാൻ സാധിക്കുമോ? ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ക്രിസ്റ്റൽ ഗേസിങ്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ മോതിരത്തിനകത്തൊരു ക്രിസ്റ്റൽ, ഒരു ലോഹം വെച്ചിട്ടുണ്ട്. ഇപ്പം ഗേസിങ് മീൻസ് ലുക്കിംഗ്. അപ്പം ഇങ്ങനെ മോതിരത്തിൽ നോക്കുക. അപ്പം ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
എ ക്രിസ്റ്റൽ വാസ് സെറ്റ് ഇൻ ദ റിംഗ്. ആ മോതിരത്തിൻ്റെ ഇടയിൽ ഒരു കല്ല് പോലെ ഒരു ക്രിസ്റ്റലുണ്ട്. ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിനഡ് ഇറ്റ്. എക്സാമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. അപ്പോൾ അത് പുള്ളി ആ മോതിരം എടുത്ത് നോക്കി മൊത്തം ഒന്ന് പരിശോധിച്ചു. വെൻ ഫ്രാങ്ക് സെൻഡ് ദ റിംഗ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്, he wrote that if you concentrate on a distant person as you gaze means look കേട്ടോ. അതായത് ഒരു ദൂരെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഈ ക്രിസ്റ്റലിലെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ഹിം ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ് അല്ലേ. ഇപ്പം വിദേശത്തുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ക്രിസ്റ്റൽ റിങ്ങിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഈ മോതിരം കൊടുത്തപ്പോൾ യോഗി ഫ്രാങ്കിനോട് പറഞ്ഞത്. This is what the yogi told Frank. Maggie and I have concentrated upon it again and again. എന്ന് പറഞ്ഞു. മാഗിയും ഞാനും ഒരു പല പ്രാവശ്യം ഈ മോതിരത്തെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയില്ലേ. ബിക്കോസ് വി ഹാഡ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കാരണം ഫ്രാങ്കിനെ കുറിച്ച് ഒരു വാർത്തയില്ല. വി ഡോണ്ട് നോ വെദർ ഹീസ് ഡെഡ് ഓർ അലൈവ്. ജീവനുണ്ടോ അതോ മരിച്ചോ അതുപോലെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും മാഗിയും പല പ്രാവശ്യം ഈ മോതിരത്തെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷെ ഞങ്ങളൊക്കെ കൊണ്ട് ഒന്നും കാണാൻ സാധിച്ചില്ല. വൈ ഡോണ്ട് യു ട്രൈ. അപ്പോൾ ഉടനെ ഗുപ്തയോട് പറഞ്ഞു, താങ്കളൊന്ന് ശ്രമിച്ചു നോക്കി. യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. കാരണം എന്തുകൊണ്ടാണ്, മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു അല്ലേ. അദ്ദേഹം ഒരു ഹിന്ദു ആണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമേ നോക്കുമ്പോൾ കാണാൻ സാധിക്കുള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഐ റിയലൈസ് മീൻസ് അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കി. ദാറ്റ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം കേട്ടോ. വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. അപ്പം അദ്ദേഹം എന്താ വിചാരിച്ചത്, ഈ അന്ധവിശ്വാസം എന്നുള്ളത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിയുന്നതല്ല കേട്ടോ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പോലും അന്ധവിശ്വാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. I did not have the heart to tell the mother and daughter that the ring was nothing much. ഇത് വെറൊരു സാധാ മോതിരമാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ മനസ്സ് ഓതർക്കില്ലായിരുന്നു. ബ്രാസ് വിത്ത് എ പീസ് ഓഫ് ഓർഡിനറി ഗ്ലാസ് സ്റ്റക്ക് ഇൻ ടു ഇറ്റ് അല്ലേ. ഇത് വെറൊരു ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ഒരു മോതിരമാണ്. ആ മോതിരത്തിൻ്റെ നടുക്ക് ഒരു ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നു. ഇത് ചുമ്മാ ഇങ്ങനെ ബ്രാസ് എന്ന് പറഞ്ഞാൽ ഈ പിച്ചള കേട്ടോ, മിക്സർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അപ്പോൾ പിച്ചറുണ്ടാക്കിയ ഒരു സാധനമാണ്. ദേ ബിലീവ്ഡ് ദ ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ന്യൂ ആൻഡ് മിറാക്കുലസ് തിങ്. മിറാക്കുലസ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ എന്തൊരു വലിയ അത്ഭുതകരമായ ഒരു സംഗതി ആണ് ഫ്രാങ്ക് ഇവർക്ക് അയച്ചു കൊടുത്തത്. ഫ്രം എ ഡിസ്റ്റന്റ് ലാൻഡ്, എ ഡ്രീം ഇന്ത്യ. ഹൗ കുഡ് ഐ ഷാറ്റർ ദർ ഫെയ്ത്ത്. ഷാറ്റർ മീൻസ് ബ്രേക്ക് അല്ലേ. ഫെയ്ത്ത് അർത്ഥം വിശ്വാസം. നീ ബോധം തീരുമാനിച്ചു, ഞാനായിട്ട് ഇനി അവരുടെ വിശ്വാസത്തെ തകർക്കണ്ട. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. അപ്പം ക്ലിഫോർഡും മാഗിയുടെ അമ്മയും പറഞ്ഞനുസരിച്ച് എന്ത് ചെയ്തു, റിങ്ങിലിങ്ങനെ നോക്കി. ആൻഡ് സ്റ്റെയർ അർത്ഥം തുറച്ചു നോക്കുക. സ്റ്റേഡ് അറ്റ് ഇറ്റ് ഇൻറ്റൻസ്ലി ഫോർ എ ലോങ് ടൈം. ഇങ്ങനെ ആ മോതിരത്തിൽ തന്നെ കുറേ നേരമായിട്ട് ഇങ്ങനെ ജാഗ്രതയോട് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഐ കനോട്ട് സീ എനിത്തിങ്, ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ്, ഗിവിങ് അപ്പ്. ഗിവ് അപ്പ് അർത്ഥം ഉപേക്ഷിക്കുക കേട്ടോ. എന്നിട്ട് ഓദർ പറഞ്ഞു, ഹി കുഡ് നോട്ട് സീ എനിത്തിങ്. അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നോട്ടം അദ്ദേഹം ഉപേക്ഷിച്ചു. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ദ മദർ ആൻഡ് ഡോട്ടർ വെർ ഡിസപ്പോയിൻറ്റഡ്. ഇത് ഘട്ടത്തിന് അമ്മയ്ക്കും മകൾക്കും ഭയങ്കര സങ്കടമായി. ടു ചേഞ്ച് ദ സബ്ജക്റ്റ് ഐ സെഡ്, ഹിയർ ഈസ് എ വയലിൻ അല്ലേ. അപ്പോൾ അവരുടെ ആ വിഷമം മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു സബ്ജക്റ്റ് മാറ്റി. ഇത് വയലിനാണല്ലോ. ഇറ്റ് ഈസ് യുവേഴ്സ് ഈസ് ഇറ്റ് ഇറ്റ്. മാഗിയോട് ചോദിച്ചു, മോളെ ഇത് നിൻ്റെ തന്നെ വയലിനാണോ? മാഗി, യെസ്. മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. ഇപ്പം അമ്മ പറഞ്ഞു, ഇത് മാഗിയുടെ ആണ്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. എന്നിട്ട് അമ്മ പറഞ്ഞു, മാഗി നന്നായി വയലിനൊക്കെ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ വായിക്കുക കേട്ടോ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വയലിലൊന്ന് വായിക്കുക. ഓ മദർ,
മാഗി ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ പ്രൊട്ടസ്റ്റ്. അപ്പോൾ അമ്മ ഒരു എന്താണ് ആസ് എ സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ് ഒരു എതിർപ്പ് രൂപേണ പറഞ്ഞു, അയ്യോ ഞാൻ ഇനി ചെപ്പം കളിക്കണോ വായിക്കണോ. മാഗി ഐ പ്ലീഡഡ്. പ്ലീഡഡ് മീൻസ് റിക്വസ്റ്റഡ്. ഉടനെ ഓദർ മാഗി റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് പ്ലേ സംതിങ്, ഐ ആം വെരി ഫോണ്ട് ഓഫ് ദ വയലിൻ. എനിക്ക് വയലിൻ കേൾക്കുന്നത് ഭയങ്കര ഫോണ്ട് ഓഫ് എന്ന് വലിയ ഇഷ്ടം കേട്ടോ. ഈ വയലിൻ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരം വയലിനൊന്ന് വായിക്കുക. ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. കാരണം നിൻ്റെ പ്രായത്തിലുള്ള ഒരു സഹോദരി എനിക്കുണ്ട്. ഷീ യൂസ് ടു പ്ലേ ഫോർ മീ. അവൾ എനിക്ക് വേണ്ടി ഇങ്ങനെ വയലിനൊക്കെ വായിക്കും. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു. വർത്ത് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ മാത്രം അത്ര വലിയ എനിക്കധികം നന്നായി വായിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അത് കേൾക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. മാഗി സെഡ്. മൈ എൻട്രീറ്റീസ് മീൻസ് റിക്വസ്റ്റ് അറ്റ് ലാസ്റ്റ് പേഴ്സ്യൂഡഡ് ഹെയർ ടു പ്ലേ. അദ്ദേഹം ഇങ്ങനെ കൂടെ റിക്വസ്റ്റ് ചെയ്തു. അവസാനം മാഗി ഡിസൈഡഡ് ടു പ്ലേ ദ വയലിൻ. ഐ ഡു നോട്ട് നോ മെനി പീസസ് ഷീ സെഡ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ. അത് പറഞ്ഞ് എനിക്ക് ഒരുപാടൊന്നും അറിയത്തില്ല, നീ ഏത് കേൾക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം. ഷാൽ ഐ ചൂസ് സംതിങ്. എന്നിട്ട് ഓദർ ചോദിച്ചു, ഞാൻ താങ്കൾക്ക് വേണ്ടി പറഞ്ഞു തരട്ടെ. ഓൾ റൈറ്റ് ദെൻ ഗീവ് മീ യുവർ മ്യൂസിക്. എന്നാൽ മ്യൂസിക് തരിക. ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. എന്താ ഉള്ളത് നോക്കട്ടെ. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. ഐ ഓപ്പൺഡ് ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ പീസസ് വെർ ലൈറ്റ് എയർസ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ, honeysuckle and the bee, etc. There were a few really good, though old-fashioned ones, things like Robin Adair, Annie Laurie, The Last Rose of Summer, etc. There were several Scotch songs. അതുപോലെ ഒത്തിരി സ്കോച്ച് മ്യൂസിക് ഉണ്ടായിരുന്നു. So I selected the Blue Bells of Scotland and handed Maggie the music. Maggie played and I hummed the ട്യൂൺ ടു മൈ സെൽഫ്. അല്ലേ, ഹമ്മയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിങ്ങനെ ഒരാൾ പാട്ട് പാടുമ്പോൾ നമ്മളിങ്ങനെ താളം പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചുണ്ടനക്കി നമ്മൾ ആ പാട്ട് ആസ്വദിച്ച് ഇങ്ങനെ താളം പിടിക്കുന്നു, ഹമ്മ ചെയ്യുക. വെൻ ദ സോങ് വാസ് ഓവർ, ആ വയലിൻ വായനയ്ക്ക് ശേഷം, ഐ പ്രൈസ് ഹെർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹെർ. അപ്പോൾ മാഗി നന്നായിട്ടാണ് വയലിനൊക്കെ വായിച്ചത്. അതുകൊണ്ട് മാഗിയോട് നന്ദി പറഞ്ഞു. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. മാഗിയുടെ അമ്മ പറഞ്ഞെന്താ, മാഗിക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസരമൊന്നും ഇല്ലായിരുന്നു. ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരങ്ങൾ. ഷീ ഹാസ് ലേൺ വാട്ട് ഷീ നോസ് ബൈ ഹെർസെൽഫ്. അപ്പോൾ എന്താണോ പഠിച്ചത് അത് തന്നെത്താൻ പഠിച്ചതാണ്. If our circumstances ever improve, I shall arrange for her to have lessons. അല്ലേ, എന്നിട്ട് മാഗിയുടെ അമ്മ പറയാണ്, ഞങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും മ്യൂസിക് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതായിരുന്നു. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. അസ്റ്റോണിഷ്മെൻറ്റ് മീൻസ് സർപ്രൈസ്. ഇപ്പം തിരിച്ചു വന്നതിനും ഭയങ്കര അതിശയത്തോടെ തിരിച്ചു വന്നു. ദ ഇൻസിഡൻറ്റ് ടച്ച് മീ വെരി ഡീപ്ലി. അവരുടെ ആ ദയനീയ അവസ്ഥ അദ്ദേഹത്തെ ശരിക്കും അത് ബാധിച്ചു. 3 months പാസ്ഡ്. 3 മാസം കഴിഞ്ഞു. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹെർ മദർ സെവറൽ ടൈംസ്. ഇതിനിടയിൽ പല പ്രാവശ്യം മാഗിയെയും അമ്മേനെയും വീട്ടിൽ പോയി അദ്ദേഹം കണ്ടു. അറ്റ് ദർ ഹോം ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. അതുപോലെ ഒരിക്കൽ മാഗിനെ കൂട്ടിക്കൊണ്ട് സൂ കാണാൻ പോയി. ഷീ റോഡ് ദ എലഫൻറ്റ് ഇന്ത്യൻ രാജ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു ആനയുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്തു. ലൈക്ക് ഓൾ ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്, ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. ഈ ആനപ്പുറത്ത് കയറിയതിനും മാഗി ഡിലൈറ്റഡ് മീൻസ് വെരി ഹാപ്പി. മാഗിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. ഈ സമയത്തൊന്നും മാഗിയുടെ ബ്രദറിനെക്കുറിച്ച്, ഫ്രാങ്കിനെക്കുറിച്ച് യാതൊരു വാർത്തയും ഇല്ലായിരുന്നു. ഏർജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ്, ഐ വെൻ ടു ഇന്ത്യ ഹൗസ് വൺ ഡേ ആൻഡ് മെയ്ഡ് ഇൻക്വയറീസ്. അപ്പോൾ ഇങ്ങനെ മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, UK ഇന്ത്യൻ എംബസി പോയി ഒന്ന് അന്വേഷിക്കുക കേട്ടോ. അതനുസരിച്ച് എന്ത് ചെയ്തു, ഓദർ ഇന്ത്യൻ എംബസി പോയി അന്വേഷിച്ചു.
I was told the regiment to which Frank belonged was fighting on the northwest frontier. Frontier means boundary, അതിർത്തി കേട്ടോ. അപ്പം ഏത് റെജിമെൻറ്റിലാണോ ഏത് കേണലിൻ്റെ കീഴിലാണോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്നത് അവിടെ അതിർത്തിയിൽ ഭയങ്കര സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. മിസ്സസ് ക്ലിഫോർഡ് became extremely worried when she heard it. ഈ കാര്യം പറഞ്ഞപ്പോഴത്തേനും മിസ്സസ് ക്ലിഫോർഡിന് ഭയങ്കര സങ്കടമായി. One day I received a postcard from Maggie. She wrote. ഒരു ദിവസം മാഗിയുടെ ഒരു പോസ്റ്റ് കാർഡ് ഓതർക്ക് ലഭിച്ചു. എന്നാ പറഞ്ഞു? ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. അമ്മക്ക് ഭയങ്കര അസുഖമാണ്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. വി ഷാൽ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദ ട്രബിൾ ടു കം ടു സീ എസ്. അല്ലേ, ഞങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ. ഞങ്ങളുടെ അടുത്തുനിന്ന് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് താങ്കളോട് എന്നും കടപ്പാടുണ്ടായിരിക്കും. മാഗി. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി വിത്ത് ഹൂം ഐ ലിവ്ഡ് അബൌട്ട് മാഗി ആൻഡ് ഹെർ മദർ. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദ ലെറ്റർ. അപ്പം ഇങ്ങനെ അദ്ദേഹം അങ്കിളുടെ ആരുടെ കൂടെയാണ് താമസിച്ചത്, ആ വീട്ടിലെ ഉടമസ്ഥരോട് മാഗിയെക്കുറിച്ചും മാഗിയുടെ അമ്മയെക്കുറിച്ചും സംസാരിച്ചു. അതുപോലെ തന്നെ ഓതർക്ക് കിട്ടിയ പോസ്റ്റ് കാർഡിനെ ലെറ്ററിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മൈ ഹോസ്റ്റസ്. ഹോസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ആതിഥ്യം നൽകുന്ന ആളല്ലേ, അല്ലെങ്കിൽ ആതിഥേയൻ അല്ലേ, ആതിഥ്യം നൽകുന്ന ആൾ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പം നിങ്ങൾ ഗസ്റ്റ്, നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങളെ ആരാണ് ട്രീറ്റ് ചെയ്യുന്ന അയാൾ ഹോസ്റ്റ്. അപ്പം ഇവിടെ ഹോസ്റ്റസ് ആണ്. അപ്പം അവിടുത്തെ വീട്ടിലെ ഉടമസ്ഥ ആണല്ല, സ്ത്രീ. വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. അപ്പോൾ അവിടുത്തെ വീട്ടിലെ സ്ത്രീ പറഞ്ഞു, ഉടമസ്ഥ പറഞ്ഞു, പോകുമ്പം കുറച്ച് പൈസ കൂടെ പോകണം. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. കാരണം ഒരാഴ്ചയായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. കാരണം ജോലിക്ക് പോയെങ്കിൽ മാത്രമേ അവിടെയൊക്കെ പൈസ കിട്ടുള്ളൂ. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡപ്പ്. ഹാർഡപ്പ് മീൻസ് നോട്ട് ഹാവിങ് ഇനഫ് മണി. അവർക്ക് ആവശ്യത്തിന് പൈസ ഒന്നും കാണിയില്ല. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്ത് ചെയ്തു? ലാംബത്തിലേക്ക് വേണ്ടി സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ടഡ്, യാത്ര ആരംഭിച്ചു. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. മാഗി ഓടി ചെന്ന് കതക് മുട്ടി. മാഗി ഡോർ ഓപ്പൺ ചെയ്തു. ഷീ വാസ് ലുക്കിംഗ് മച്ച് പുൾ ഡൗൺ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക്, എന്താണ്? മെൻ്റലി വീക്ക് അല്ലേ, മാനസികമായി തകർന്ന അവസ്ഥയാണ് കേട്ടോ. മാനസികമായി ഒത്തിരി ഡൗൺ ആയിരുന്നു. ഹെയർ ഐസ് വെയർ ഹോളോ ആൻഡ് റിങ്ഡ്. ഇങ്ങനെ കണ്ണൊക്കെ കുഴിഞ്ഞ്. ആൻഡ് റിങ്ഡ് കേട്ടോ. റിങ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരം മെലിയുമ്പം നമുക്കിങ്ങനെ കണ്ണൊക്കെ കുഴിയും. അതുപോലെ ഇങ്ങനെ ചുരുളു, ഇങ്ങനെ റിങ് പോലെ കേട്ടോ, ഇങ്ങനെ വട്ടത്തിൽ കുഴി പോലെ കേട്ടോ. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷി എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. അപ്പം ഓതറിനെ കണ്ടപ്പോഴത്തേനും മാഗിക്ക് ഭയങ്കര സന്തോഷമായി. മാഗിക്ക് ഓതറിന് പറഞ്ഞു, താങ്കൾ വന്നല്ലോ, ഭയങ്കര സന്തോഷമായി. ഹൗ ഈസ് യുവർ മദർ മാഗി ഐ ആസ്ഡ്. ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. ഉറങ്ങുകയാണ്, പക്ഷേ അവസ്ഥ വളരെ മോശമാണ്. ദ ഡോക്ടർ സേയ്സ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ്. അഗ്രവേറ്റഡ് മീൻസ് ബിക്കം വേഴ്സ്, വഷളാവുക. ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക് അല്ലേ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ. അപ്പോൾ ഈ ഫ്രാങ്കിനെ കുറിച്ചുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ജിജ്ഞാസയാണ് ഈ മാഗിയുടെ അമ്മയുടെ അസുഖം കൂടാനുള്ള കാരണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഷീ മെ നോട്ട് ലീവ്. അതുപോലെ മാഗിയെക്കുറിച്ച് ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു വാർത്തയും ഇല്ല. ഷീ മെ നോട്ട് ലീവ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം താമസിക്കാണ്ട് തന്നെ മാഗിയുടെ അമ്മ, എൻ്റെ അമ്മ മരിക്കും. ഷീ മെ നോട്ട് ലീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അതിനാൾ ജീവിക്കാൻ സാധ്യത കുറവാണ്. ഐ ട്രൈ ടു കൺസോൾ മാഗി. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഡ്രൈയിങ് ഹെയർ ഐസ് വിത്ത് മൈ ഹാങ്കർചീഫ്. അപ്പോൾ അവളിങ്ങനെ വൈൽ ഷി വാസ് സേയിങ് ടിയേഴ്സ് വെയർ റോളിങ് ഫ്രം ഹെർ ഐസ്. കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീരൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാണ്. അപ്പം ഓതർ എന്ത് ചെയ്തു?
കർച്ചീഫ് എടുത്ത് കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ തുടച്ചു. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. എന്നിട്ട് ഇത് മാഗി അവളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ ആസ്ക്ഡ്. റിക്വസ്റ്റ് എന്താ? കം ഇൻ ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. സിറ്റിംഗ് റൂമിലോട്ട് പോവാ, ഞാൻ പറഞ്ഞുതരാം. വി ടിപ് ടോഡ് കെയർഫുള്ളി. ടിപ് ടോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെരുവിരല നടക്കും കേട്ടോ, ശബ്ദം ഉണ്ടാക്കാണ്ട്. ഇൻ ദ സിറ്റിംഗ് റൂം, ലെസ്റ്റ് മീൻസ് ഷുഡ് നോട്ട്. ദ സൗണ്ട് ഓഫ് ഹർ ഫുഡ് സ്റ്റെപ്പ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൺ. ഇവിടുത്തെ സിക്ക് വുമൺ ആരാ? മാഗീസ് മദർ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ പോയി ശബ്ദം ഉണ്ടാക്കാണ്ട്? കാരണം ഒച്ചയെടുത്ത് പോയി കഴിഞ്ഞാൽ മാഗിയുടെ അമ്മയുടെ ഉറക്കത്തെ അത് ദോഷകരമായി ബാധിക്കും. സോ അതിൻ്റെ അർത്ഥം ഇതാണ്, ദേ ടിപ്റ്റോഡ് സോ ദാറ്റ് ദ സൗണ്ട് ഓഫ് ദെയർ ഫുഡ് സ്റ്റെപ്സ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് മാഗീസ് മദേഴ്സ് സ്ലീപ്പ്. അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ചെരുപ്പ് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ശബ്ദം മാഗിയുടെ അമ്മയുടെ ഉറക്കത്തെ ദോഷകരമായി ബാധിക്കും. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. മാഗിയോട് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് കൊണ്ട് ചെയ്യേണ്ടത്? Maggie gazed up into my face with beseeching eyes. Beseeching means requesting കേട്ടോ. ഒരു യാചനാ രൂപത്തിൽ, പ്രാർത്ഥനാ രൂപത്തിൽ മാഗി ഓദറിനെ നേരെ നോക്കി നിന്നു. I waited. Then she covered her face with her hands and wept silently. ഇങ്ങനെ കൈകൊണ്ട് മുഖമൊക്കെ മറച്ച ശേഷം ഇങ്ങനെ കരയാൻ തുടങ്ങി. വെപ്റ്റ് മീൻസ് ക്രൈഡ്. ഇങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ കരഞ്ഞു. ഐ വാസ് ഇൻ എ ഫിക്സ് മീൻസ് കൺഫ്യൂഷൻ അല്ലേ? അദ്ദേഹത്തിന് ആകപ്പെടെ ഭയങ്കര കൺഫ്യൂഷനായി. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? കൺസോൾ അർത്ഥം ആശ്വസിപ്പിക്കുക. എന്തു പറഞ്ഞാണ് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത്? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. കാരണം ബ്രദർ ഫ്രാങ്ക് അതിർത്തിയിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. ദൈവത്തിന് മാത്രമേ അവൻ ജീവനുണ്ടോ ഇല്ലെന്നും പോലും അറിയത്തുള്ളൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. ഇനി ആകെ ഒരു ആശ്രയാരാ? അമ്മ മാത്രമാണ്. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ അല്ലേ? ഇനി ആ അമ്മയെ നഷ്ടപ്പെടുവാണെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ? മാഗിക്ക് എന്ത് സംഭവിക്കും? വെയർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ? ത്രഷോൾഡ് മീൻസ് ഡോർ സ്റ്റെപ്പ്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ കൗമാരപ്രായം കേട്ടോ. അപ്പോൾ ഈ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് ആരാണ് ഒരു ആശ്രയം? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്. മാഗി, ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ഇറ്റ് ടു ഹെൽപ്പ് യു, ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ് അർത്ഥം വൈമുഖ്യം കാണിക്കുക. അപ്പം പറഞ്ഞു, ഞാൻ നിനക്കൊണ്ട് എന്താ ചെയ്യേണ്ടത്? നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാൻ ഐ ആം റെഡി ടു ഡു, ചെയ്യാൻ തയ്യാറാണ്. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്. കേട്ടോ, ഞാൻ താങ്കളോട് ചോദിക്കാൻ റിക്വസ്റ്റ്, അത് ചോദിച്ചു കഴിയുമ്പം താങ്കളുടെ ഫീഡ്ബാക്ക്, റെസ്പോൺസ് അല്ലെങ്കിൽ മറുപടി എന്തായിരിക്കും എന്നെനിക്കറിയത്തില്ല. പ്ലീസ് ഫർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. നീ അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? നീ എന്നാ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സേയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ഷീ മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക്. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, ഷീ സെഡ്. ഇഫ് ഓൺലി ഹി വുഡ് കം, ഷീ സെഡ്. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് ടു യു. കാരണം ഗുപ്ത ഹിന്ദുവാണ്. അതുകൊണ്ട് ഹിന്ദുവായ ഗുപ്ത നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് വരാൻ പറഞ്ഞുകൊണ്ട് കത്ത് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിൽ ലെറ്റർ അയച്ചത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ഒന്നും കൂടെ നോക്കണമെങ്കിൽ നോക്കിയേക്കാം, മോതിരം കൊണ്ടുവരാൻ പറഞ്ഞു. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, തുറന്ന് നോക്കുമ്പോഴൊന്നും കണ്ടില്ലെങ്കിലോ? ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്.
അപ്പോൾ അത് അവൻ മനസ്സിലായി മാഗി എന്താ ഉദ്ദേശിച്ചെന്ന്. ഐ വാസ് സൈലൻറ്റ്. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ് അല്ലേ. ഇപ്പോൾ ഹിന്ദുക്കളുടെ പ്രത്യേകത എന്താ? അവരൊക്കെ എപ്പോഴും ഇങ്ങനെ സത്യത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ്. അപ്പം അമ്മയോട് ഒരിക്കൽ പറഞ്ഞാൽ മതി. എന്താ? ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ദ ക്രിസ്റ്റൽ, ഈ മോതിരത്ത് നോക്കിയ ശേഷം, ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹീസ് അലൈവ് അല്ലേ. അമ്മയോട് എന്ത് പറഞ്ഞാൽ മതി? ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല, ഹീസ് അലൈവ്, ഫ്രാങ്ക് ജീവനോടെ ഇരിക്കുന്നു എന്ന ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി. വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ? അങ്ങനെ പറയുന്നത് ഒരു വലിയ നുണയാണോ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്? വലിയ തെറ്റാണോ? ആസ് ഷീ സ്പോക്ക് ടിയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹെർ ഐസ്. സ്ട്രീംഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രീം എന്ന് അരുവി കേട്ടോ, അതായത് കണ്ണിൽ കൂടെ ഇങ്ങനെ കുടുകൂടാ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ ആം നോട്ട് വെരി വെർച്വസ്. വെർച്വ എന്ന് പറഞ്ഞാൽ നന്മ അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റാണ് വൈസ്, തിന്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ പുണ്യാളൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ലവനൊന്നുമല്ല. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്. ഞാനും ജീവിതത്തിൽ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡിസൈഡ് ടു ഡു ദിസ്. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? ഈ ഓദർ മാഗി പറഞ്ഞ കാര്യം ഓദർ ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഒഫൻസ് അർത്ഥം തെറ്റ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും ചെറിയ തെറ്റായിരിക്കും ഞാൻ ഈ നുണ പറയുന്നത്. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ. വേർ ഈസ് ദ റിംഗ്? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഞാൻ നന്നായി നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. ഇനി ഞാൻ കണ്ടില്ലേ പോലും നീ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞേക്കാം അല്ലേ. ഇപ്പോൾ മാഗിനെ ഉദ്ദേശിച്ച് കണ്ടില്ലെങ്കിലും പറയണം. എന്താ? ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് ഹീ ഈസ് ഓൾ റൈറ്റ്. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ഞാൻ ചെയ്ത് തെറ്റാണെങ്കിലും ദൈവം എന്നോട് ക്ഷമിക്കും. മാഗി ബ്രോട്ട് മീ ദ റിംഗ്. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ് സീ ഇഫ് യുവർ മദർ ഈസ് അവൈക്ക്. എന്നിട്ട് പറഞ്ഞു അമ്മയോട്, അമ്മ ഉണർന്നു എഴുന്നേറ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. അപ്പം പറഞ്ഞു, അമ്മ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഉണർന്നു നടക്കുകയാണ്, എന്നിട്ട് ഞാൻ താങ്കൾ വന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മേ ഐ സീ ഹെർ നൗ? ഞാനിപ്പോൾ ഒന്ന് അമ്മയെ കണ്ടോട്ടെ? പ്ലീസ് കം. ഐ അപ്രോച്ച് ദ മദേഴ്സ് ബെഡ് സൈഡ്. അപ്പോൾ ഓദർ എന്ത് ചെയ്തു? അമ്മയുടെ അടുത്തേക്ക് വന്നു. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. മോതിരം ഓദറിൻ്റെ കയ്യിലാണ്. വിഷിംഗ് ഹെയർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ്, മിസ്സസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. എന്നിട്ട് പറഞ്ഞു, മിസ്സസ് ക്ലിഫോർഡ്, അമ്മേ, താങ്കൾ അമ്മച്ചിയുടെ മകൻ ജീവനോട് ഇരിക്കുന്നു, അവന് യാതൊരു കുഴപ്പമില്ല. ദ ഓൾഡ് വുമൺ റൈസ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. ഓഫ് മീൻസ് ഫ്രം. ഇപ്പം പില്ലോയിൽ നിന്ന് അല്ലെങ്കിൽ തലണയിൽ നിന്ന് തലയൊക്കെ ഉയർത്തി നോക്കി എഴുന്നേറ്റ്. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ക്രിസ്റ്റലിൽ കണ്ടതാണോ? ഷീ ആസ്ഡ്. യെസ് മിസ്സസ് ക്ലിഫോർഡ്, ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. അല്ലേ, ഹെസിറ്റേഷൻ എന്ന് വായിക്കും. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒറ്റയടിക്ക് പറഞ്ഞു, യെസ് യെസ് ഞാൻ കണ്ടു, ഒരു ഫ്രാങ്കിന് യാതൊരു കുഴപ്പമില്ല. ഐ ഹാവ് സീൻ ഇറ്റ്. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. വെൽഡ് മീൻസ് ഫെൽ. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ കണ്ണീര് അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നു. ഷീ വിസ്പേർഡ് ഫെയിൻലി. ഫെയിൻലി മീൻസ് വീക്കിലി. വളരെ പതുക്കെ പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കുട്ടിയോട് പറഞ്ഞു, മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. റിക്കവേർഡ് അർത്ഥം അസുഖമൊക്കെ ഭേദമായി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വരുന്ന സമയമായി. ഐ വിഷ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. ഇപ്പം ലാംബത്തിൽ പോയി മാഗിയോടും മാഗിയുടെ അമ്മയോടും ഗുഡ് ബൈ ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. അല്ലേ, മോർണിംഗ് എന്ന് പറഞ്ഞാൽ ദുഃഖാചരണം കേട്ടോ. നമുക്കറിയാം, ഏതെങ്കിലും മുൻ രാഷ്ട്രപതിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ, ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഡിക്ലെയർസ് 7 day മോർണിംഗ്. അപ്പോൾ ഒരാഴ്ചത്തെ ദുഃഖാചരണം അല്ലേ. അപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുൻ രാഷ്ട്രപതിയൊക്കെ ആണെങ്കിൽ നേഷൻ ഡിക്ലെയർസ് 7 day വീക്ക് മോർണിംഗ് കേട്ടോ. ഒരാഴ്ചത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ്. അതാണ്
മോർണിംഗ്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ശരിക്കും സംഭവിച്ചതെന്താ, ആ അതിർത്തിയിലുള്ള സംഘടനത്തിൽ ഫ്രാങ്ക് മരിച്ചിരുന്നു. എ മന്ത് എഗോ, ഒരു മാസം മുമ്പ്. മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. അപ്പം ഒരു ബ്ലാക്ക് ബോർഡർ വരച്ച ഒരു കാർഡിലാണ് മാഗി ഓദറിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. അപ്പം മാഗിയുടെ അമ്മയോട് ഗുപ്ത പറഞ്ഞു തന്നെ, യുവർ സൺ ഈസ് ഓൾ റൈറ്റ്, ഹീസ് വെൽ. താങ്കളുടെ മോന് ഫ്രാങ്കിന് യാതൊരു കുഴപ്പമില്ല, ഹീസ് അലൈവ്, ജീവനുണ്ട്. പക്ഷേ when he told that her son Frank is alive, actually he was killed at that time. ആ സമയത്ത് അതിർത്തിയിൽ സംഘർഷത്തിൽ ഫ്രാങ്ക് ശരിക്കും കൊല്ലപ്പെട്ടിരുന്നു. I felt ashamed to face Mrs. Clifford. അപ്പോൾ ആകപ്പാടെ മിസ്സസ് ക്ലിഫോർഡിനെ കാണാൻ ഭയങ്കര ഒരു അഷേംഡ്, നാണക്കേട് കേട്ടോ. So I wrote a letter to them announcing my departure and bidding them goodbye. അപ്പോൾ നേരിട്ട് പോയി പറയാനുള്ളൊരു ഗുഡ് ബൈ പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ പോസ്റ്റ് കാർഡ് വന്നതിനും പിന്നെ പുള്ളിക്ക് പോകാൻ മനസ്സ് തോന്നില്ല. കാരണം ഞാൻ എന്ത് നുണയാണ് അവരോട് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചു. ഞാനിങ്ങനെ അടുത്ത ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഉടനെ തന്നെ ഇന്ത്യയിലോട്ട് മടങ്ങുകയാണ്. The morning of my last day in London dawned. Dawned means arrived. അങ്ങനെ ലണ്ടനിൽ നിന്ന് തിരിച്ചു പോകേണ്ട അവസാന ദിവസം വന്നു. I was to leave before night. അന്ന് വൈകുന്നേരം മുമ്പ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. As I was breakfasting with my family, ഫാമിലിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് there was a knock at the door. ആരോ വന്ന് ഇവരുടെ ഓദർ താമസിച്ച വീട്ടിൽ ആരുടെ വന്ന് മുട്ടുകയോ കഥയെ മുട്ടി. A minute or two later the maid came in and announced, "Please Mr. Gupta, Miss Clifford has come to see you." അപ്പോൾ വേലക്കാർ പറഞ്ഞു, മാഗി അല്ലെങ്കിൽ മിസ് ക്ലിഫോർഡ് താങ്കളെ കാണാൻ വന്നിട്ടുണ്ട്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. ബ്രേക്ക്ഫാസ്റ്റ് തീർന്നില്ലായിരുന്നു. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി ഗുഡ് ബൈ പറയാൻ വന്നതാണ്. ലെസ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, അല്ലേ? Lest she be late for office because of me, I took the permission of my hostess and got up from the table. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് തീരുന്നവർ നിന്ന് കഴിഞ്ഞാൽ മാഗി വിൽ ബി ലേറ്റ് ഫോർ വർക്ക്. അപ്പം ലേറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ വരുന്ന തോന്നുന്ന സമയത്ത് വരാൻ, തോന്നുന്ന സമയത്ത് പോകാം. പക്ഷേ അവിടെ അങ്ങനെയല്ല. എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നോ ആ മണിക്കൂർ മാത്രമേ ശമ്പളം അല്ലെങ്കിൽ പൈസ ലഭിക്കത്തുള്ളൂ. I took the permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. ഇപ്പം കറുത്ത ഡ്രസ്സാണ് ധരിച്ചത്. കാരണം കൊണ്ട് ആസ് എ സൈൻ ഓഫ് മോർണിംഗ്. I took her into the adjoining library and made her sit down. അപ്പോൾ തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ പോയി അവളെ ഇരുത്തി. Are you leaving today? She asked. മാഗി ചോദിച്ചു, ഗുപ്ത താങ്കൾ ഇന്ന് തന്നെ പോവുകയാണ്. Yes, Maggie. Today is the day of my departure. ഞാൻ ഇന്നാണ് ഇന്ത്യയിലോട്ട് പോകുന്നത്. How long will it take you to reach your country? ഇന്ത്യയിൽ എത്ര ദിവസം എടുക്കും? A little more than 2 weeks. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 18 ദിവസം. In what part of the country do you live? ഏത് ഭാഗത്താണ് ജീവിക്കുന്നത് ഇന്ത്യയുടെ? I have entered the Punjab Civil Service. I shall not know exactly where I am posted until I arrive. കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ പഞ്ചാബിലാണ്. എനിക്ക് അവിടെ സിവിൽ സർവീസ് എനിക്ക് പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് അവിടെ ചെന്നെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈസ് ദ ഫ്രണ്ടിയർ വെരി ഫാർ ഫ്രം ദെയർ? അതിർത്തി അവിടെ നിന്ന് ഒരുപാട് ദൂരമാണോ? നോട്ട് വെരി, ഒത്തിരി ദൂരമൊന്നുമല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ഡെറാ ഗസിഖാൻ. അപ്പം ഫ്രാങ്കിനെ അടക്കിരിക്കുന്ന സ്ഥലം എവിടെയാണ്? നിയർ ഡെറാ ഗസിഖാൻ. അവിടെ ഫോർട്ട് മൺട്രോ, ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട. അപ്പം മൺട്രോ കോട്ടയ്ക്കടുത്താണ് ഫ്രാങ്കിനെ
എന്താണ് അടക്കിയിരിക്കുന്നത്. ദ ഗേൾസ് ഐസ് വെയർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. ഇത് പറഞ്ഞിട്ടേന് അവളുടെ കണ്ണീരോട് നിറഞ്ഞു. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവകുടീരം. ആൻഡ് റൈറ്റ് യു. ഇപ്പം മാഗിയോട് ഓദർ പറഞ്ഞു, ഞാൻ അവിടെ പോകുമ്പം ഞാൻ തീർച്ചയായിട്ടും താങ്കളുടെ ബ്രദറിനെ അടക്കിയ ശവകുടീരം ഞാൻ സന്ദർശിച്ചോളാം. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ്. ഇത് പോകുന്നതുകൊണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അസൗകര്യമൊന്നുമില്ലല്ലോ. ഇൻകൺവീനിയൻ്റ് അർത്ഥം അസൗകര്യം. മാഗി ആസ്ഡ്, വൈ ഷുഡ് ഇറ്റ് ബി? ഡെറ ഗസിക്കാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വെയർ ഐ ഷാൽ ബി. ഇപ്പോൾ എനിക്ക് പഞ്ചാബ് സിവിൽ സർവീസിലാണ് അഡ്മിഷൻ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്നും വലിയ ദൂരമൊന്നുമില്ല ഡെറ ഗസിക്കാനിൽ പോകാൻ. ഇറ്റ് വിൽ സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദെയർ സം ഡേ. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. അതൊക്കെ അവിടെ ചെന്ന് ഞാൻ കത്ത് അയച്ചേക്കാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് താങ്ക്ഫുൾനെസ് കേട്ടോ. മാഗിയുടെ മനസ്സിങ്ങനെ നന്ദി കൊണ്ട് നിറഞ്ഞു. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ഡ്. ചോക്ഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തും കേട്ടോ. നമുക്കറിയാം, നമ്മുടെ സംസാരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ആരെങ്കിലും കുത്തിപ്പിടിച്ചാൽ നമുക്ക് ശബ്ദം പുറത്തേക്ക് വരത്തില്ല. ഈ പറയുന്നതിനിടയിൽ അവളുടെ കണ്ഠം ഇടറി. ഷി ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ സെയിങ്. എന്നിട്ട് എന്ത് ചെയ്തു, അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഷില്ലിംഗ് എടുത്ത ശേഷം ഓദറിൻ്റെ ടേബിളിന് മുകളിലേക്ക് ഇട്ടു. പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ. എന്നിട്ട് പറഞ്ഞു, ഈ പൈസ കൊടുത്ത്, ഈ ഷില്ലിംഗ് കൊടുത്ത് പൂക്കൾ വാങ്ങിക്കുക. എന്നിട്ട് ആ പൂ വേണം അദ്ദേഹത്തിന് എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ ഇടാൻ. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറിൻ്റെ ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിൽ ഞാൻ ഈ ഷില്ലിംഗ് ഉപയോഗിച്ച് പൂ വാങ്ങിച്ച് ആ പൂ വേണം അതിൻ്റെ മുകളിൽ ഇടാൻ. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. വികാരഭരിതനായി അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ താത്തി. ദ ചൈൽഡ് ഹാർഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ടോയിൽ മീൻസ് ഹാർഡ് വർക്ക്. ഈ കഠിനാധ്വാനം ചെയ്താണ് ഈ പെൺകുട്ടി ഒരു ഷില്ലിങ്ങൊക്കെ സമ്പാദിച്ചത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ. അപ്പോൾ അദ്ദേഹം ആദ്യം തീരുമാനിച്ച് ആ പൈസ അങ്ങോട്ട് തിരിച്ച് കൊടുത്തേക്കാൻ തീരുമാനിച്ചു. എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി, ഏത് കൺട്രിയാണ്? ഇൻ ഇന്ത്യ. ഫ്ലവേഴ്സ് ഗ്രൂ അപ്പ് ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ. പ്രൊഫ്യൂഷൻ മീൻസ് അബണ്ടൻസ്. ഇന്ത്യയിലൊക്കെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. അതുകൊണ്ട് കാശ് കൊടുത്ത് പൂവൊന്നും വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യയിൽ ഇല്ല. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷേ അദ്ദേഹം ഒന്നും കൂടെ ആലോചിച്ചു. വൈ ഷുഡ് ഐ ഡിപ്രീവ്? ഡിപ്രീവ് അർത്ഥം ഒഴിവാക്കല്ലേ. ഓഫ് ഹെർ ഓഫ് ദ ജോയ് ദി സാക്രിഫൈസ് വുഡ് ഗീവ് ഹെർ. സാക്രിഫൈസ് അർത്ഥം ത്യാഗം അല്ലേ. അപ്പം ആദ്യം വിചാരിച്ചു, ഫസ്റ്റ് മിസ്റ്റർ ഗുപ്ത തോട്ട് ഓഫ് ഗിവിങ് ബാക്ക് ദിസ് ഷില്ലിംഗ്. കാരണം ഫ്ലവേഴ്സ് ആർ വെരി പ്ലെൻറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുപരി മാഗി ഏൺ ദിസ് ഷില്ലിംഗ് വിത്ത് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഷില്ലിങ് സമ്പാദിച്ചത്. പിന്നെ എന്നാ വിചാരിച്ചത്, സി വൈ ഷുഡ് ഐ ഡിപ്രീവ് അല്ലേ. ഡിപ്രീവ് അർത്ഥം അവോയ്ഡ്. ഓഫ് ഹെർ ഓഫ് ദ ജോയ് ദി സാക്രിഫൈസ് വുഡ് ഗീവ് ഹെർ. അപ്പോൾ അവളിങ്ങനെ ഒരു ത്യാഗം സഹിക്കുന്നു. ആ ത്യാഗം സഹിച്ച് കിട്ടുന്ന അവൾക്ക് ആ സന്തോഷം ഞാനായിട്ട് എന്തിനാണ് അവളുടെ സന്തോഷം കളയുന്നത്. ഓൾ ദാറ്റ് ദിസ് ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹെർ ഷി വാസ് ഫോർഗോയിങ്. ഫോർഗോയിങ് അർത്ഥം വേണ്ടെന്ന് നോക്കും, ഉപേക്ഷിക്കുക കേട്ടോ. ഫോർ ദ ലവ് ഓഫ് ഹെർ ബ്രദർ അല്ലേ. അപ്പോൾ ഈ അവൾക്ക് കിട്ടുന്ന ആ സന്തോഷം ഞാനായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്. ദ ജോയ് വാസ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ ദ പ്രൈസ്. ബിയോണ്ട് ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന സന്തോഷം അത് വില മതിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ദ ഗ്രീഫ് ഇൻ ഹെർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ്. ഗ്രീഫ് മീൻസ് ദുഃഖം. അപ്പോൾ അവളുടെ ഹൃദയത്തിലുള്ള ദുഃഖം കുത്തിന് കുറവ് വരും. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രീവ് ഓഫ് ഹെർ ഇറ്റ് അല്ലേ. ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിംഗ്.
അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാണ് അവളുടെ സന്തോഷം കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ മുത്തച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ അല്ലെങ്കിൽ വല്യപ്പച്ചനോ വല്യമ്മച്ചൊക്കെ ചിലപ്പം തരുന്ന ചിലപ്പം 5 രൂപ ആയിരിക്കും അല്ലെങ്കിൽ 10 രൂപ ആയിരിക്കും. അത് അതിൻ്റെ തുകയല്ല, അവരുടെ ഇറ്റ് ഈസ് ദർ ബ്ലെസ്സിങ് കേട്ടോ. ചിലപ്പോൾ അവർ പറയടാ പോകുന്ന വഴിക്ക് അമ്പലത്തിലിട്ടോ അല്ലെങ്കിൽ പള്ളിയിലിട്ടോ നേർച്ച കിട്ടോ. അത് 5 ആണെങ്കിലും 10 ആണെങ്കിലും ഒരിക്കലും അത് നിഷേധിക്കാൻ പാടില്ല. അത് അവരുടെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കണം. മാഗി, ഐ സെഡ് ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. എന്നിട്ട് പറഞ്ഞു, ഞാനിത് ഈ പൈസ കൊടുത്ത് ഫ്ലവർ വാങ്ങിച്ചോളാം, ഞാൻ താങ്കളുടെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ ഇട്ടോളാം. മാഗി സ്റ്റുഡ് അപ്പ്. ഹൗ ക്യാൻ ഐ താങ്ക് യു? എത്ര പറഞ്ഞാൽ ഞങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയണ്ടേ? നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതണം. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെയർ ഹാൻഡ് ഇൻ മൈൻ. എന്നിട്ട് എന്ത് ചെയ്തു? മാഗിയുടെ കൈ പിടിച്ച് ഇയാളുടെ കയ്യിലോട്ട് പിടിച്ചു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു. എന്നിട്ട് പറഞ്ഞു, മാഗി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഐ സെഡ് ആൻഡ് പ്രസ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്. എന്നിട്ട് അവളുടെ കൈ എൻ്റെ ലിപ്സ് അല്ലെങ്കിൽ ചുണ്ടിലേക്ക് വെച്ചു. മാഗി ലെഫ്റ്റ്. മാഗി പോയി. ഐ വൈപ്ഡ് എ ടീയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻ അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. അപ്പോൾ ഈ സമയത്ത് ഓദറിൻ്റെ കണ്ണിൽ നിന്നും 1-2 തുള്ളി കണ്ണീര് വന്നു. നൗ ദ ലെസൺ ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.